നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി CPM-ഉം ഇടതുമുന്നണിയും മുന്നോട്ടു പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് മനസ്സിലാക്കിയാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും. അല്ല എങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലുമാകും. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകൾ അഭംഗൂരം ഇപ്പോഴും തുടരുകയാണ്. എന്തുകൊണ്ട് തോറ്റുവെന്ന് ലളിതമായി പറയേണ്ടതിന് പകരം താത്വികമായ അവലോകനം നടത്തിയിട്ടൊന്നും ഇക്കാലത്ത് ഒരു കാര്യവുമില്ല. CPM-ഉം CPI-യും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നം തന്നെയാണ്. അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് LDF-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം. UDF ആപാദ ചൂടം പ്രീണിപ്പിച്ച് സ്വന്തം കക്ഷത്തിൽ വച്ചിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു കുറെ കാലമായി ഇടതുപക്ഷ നയരൂപീകരണക്കാർ. രക്തപതാക തലമുറകളായി നെഞ്ചേറ്റിയ പിന്നാക്ക സമൂഹവും പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ പൊളിഞ്ഞു. പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് പിന്നാക്ക വോട്ടുകൾ BJP-യിലേക്ക് പോയെന്ന് വിലപിക്കുമ്പോഴും രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-ഉം CPI-യും അവരെ വീണ്ടും അവഗണിച്ചിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. CPI-യുടെ സീറ്റ് മുസ്ലിമിനും CPM-ന്റേത് ക്രൈസ്തവനും നൽകി. UDF ആകട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിന് അത് സമർപ്പിച്ചു. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്തായി. ഈ യാഥാർത്ഥ്യത്വം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും SNDP യോഗത്തെയും വെള്ളാപ്പള്ളി നടേശനെയും ചാർത്തി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മുസ്ലിം നേതാവ് നവോത്ഥാന സമിതി നേതൃസ്ഥാനം രാജിവെച്ച് മറ്റു ചിലർ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ഇരട്ട മുഖമുള്ള ഈ മതേതരവാദികൾ ഗൾഫിൽ ചെല്ലുമ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രസംഗങ്ങളെല്ലാം കേരളം നവമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അവരാണ് യാഥാർത്ഥ്യം പറഞ്ഞതിന് വെള്ളാപ്പള്ളിയെ അടക്കം വിമർശിക്കുന്നത്. അവർക്കായി അത് വീതം വച്ചു. ഏറെക്കാലമായി ക്രൈസ്തവ മുസ്ലിം മതപ്രീണനം കോൺഗ്രസിന്റെ മാത്രം കുത്തകയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും തടവറയിലായിരുന്നു കോൺഗ്രസ്. വിദ്യാഭ്യാസ, വ്യവസായ, പൊതുമരാമത്ത്, ധനവകുപ്പുകൾ പിടിച്ചുവാങ്ങി വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ച കേരളത്തിന്റെ പൊതുസമ്പത്ത് സ്വന്തം മതക്കാർക്കായി അവർ വീതം വെച്ചു നൽകി. അതിന്റെ ഉന്നതി ഇരുമതക്കാർക്കും എല്ലാ രംഗത്തും ഉണ്ടായി. പുറമ്പോക്കിലേക്ക് പോയത് ഹിന്ദുക്കളായിരുന്നു. ഇടതുഭരണം വരുമ്പോൾ മാത്രമാണ് പിന്നാക്ക പട്ടിക വിഭാഗക്കാർ എന്തെങ്കിലും പരിഗണന അന്ന് അവർക്ക് ലഭിച്ചിരുന്നത്. കുറച്ചു നാളായി ആ ഒരു പരിഗണനയും നഷ്ടമായിരിക്കുകയാണ്. ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പാർട്ടി പദവികൾ, ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകി. നേതൃനിരയിലും സ്ഥാനമാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾ നിറഞ്ഞു നിന്നു. പൗരത്വ നിയമത്തിനും ഏക സിവിൽ കോഡിനുമെതിരെയും പലസ്തീൻ പ്രക്ഷോഭത്തിലും മുന്നിൽ നിന്ന് പോരാടിയത് CPM അണികളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഹൈന്ദവ ബിംബങ്ങളെ അവർ അവഹേളിച്ചു. ഹൈന്ദവ സഖാക്കളുടെ മാത്രം മതബോധത്തെ നിഷേധിച്ച് മറ്റുള്ളവരുടേതിനെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മുസ്ലിം പ്രീണനം അതിരുവിട്ടപ്പോൾ ക്രൈസ്തവ അനുഭാവികളും CPM-നെ നിരാകരിച്ചു. മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം ഇടതു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറഞ്ഞു. ആലപ്പുഴയിലെ സിറ്റിംഗ് MP ആയിരുന്ന AM ആരിഫിന് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണഞ്ചേരി മേഖലയിൽ ലഭിച്ച വോട്ടുകളുടെ കുത്തനെയുള്ള ഇടിവ് മറ്റൊരു സൂചനയാണ്. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം ഇടതുമുന്നണിയെ കൈവിട്ടു. പ്രീണിപ്പിച്ച് വശത്താക്കാൻ നോക്കിയ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടിയതുമില്ല എന്നതാണ് വസ്തുത. ഇനി എന്ന് ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കും?